രാജ്യത്തിലെ സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിൽ റേഷൻ സംവിധാനം വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. എന്നാൽ കാലങ്ങളായി ഈ മേഖലയെ പിടിച്ചുലയ്ക്കുന്ന അഴിമതിയും ഇടനിലക്കാരുടെ ചൂഷണവും കരിഞ്ചന്തയും അർഹരായവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നുണ്ട്. ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വിപ്ലവകരമായ പദ്ധതിയാണ് റേഷൻ വിഹിതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്ന പുതിയ സംവിധാനം. ഡിജിറ്റൽ ഇന്ത്യയുടെ കരുത്തിൽ ഈ റുപ്പി എന്ന സാങ്കേതിക വിദ്യയിലൂടെയാണ് ഈ മാറ്റം യാഥാർത്ഥ്യമാക്കുന്നത്. എന്താണ് ഈ റുപ്പി? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഈ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് ഈ റുപ്പി. ഇതൊരു സാധാരണ ഡിജിറ്റൽ കറൻസി അല്ല, മറിച്ച് ഈ പ്രത്യേക ആവശ്യത്തിനായി മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഡിജിറ്റൽ വൗച്ചറാണ്. സാധാരണ ഡിജിറ്റൽ ഇടപാടുകൾക്ക് ബാങ്ക് അക്കൗണ്ടോ ഇന്റർനെറ്റ് ബാങ്കിങ്ങോ സ്മാർട്ട് ഫോണോ ഒക്കെ അത്യാവശ്യമാണെങ്കിൽ ഈ റുപ്പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് അത്തരം നിബന്ധനകൾ ഇല്ല എന്നതാണ്. ഒരു സാധാരണ ഫോണിലേക്ക് വരുന്ന SMS വഴിയോ അല്ലെങ്കിൽ ഒരു QR കോഡ് വഴിയോ ഈ വൗച്ചർ ഉപയോഗിക്കാം. റേഷൻ വിതരണത്തിൽ ഈ സംവിധാനം കൊണ്ടുവരുന്നതിലൂടെ ഗുണഭോക്താക്കൾക്ക് അരിയോ ഗോതമ്പോ വാങ്ങുന്നതിന് പകരം അതിന്റെ മൂല്യം പണമായി വൗച്ചർ രൂപത്തിൽ ലഭിക്കുന്നുമുണ്ട്. ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം പുതിയ നിയമമനുസരിച്ച് റേഷൻ കടയിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങണോ അതോ അതിന്റെ പണം നേരിട്ട് കൈപ്പറ്റണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഗുണഭോക്താവിനാണുള്ളത്. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് 500 രൂപ മുതൽ 1000 രൂപയോ അതിലധികമോ ഓരോ മാസവും വൗച്ചറായി ലഭിക്കും. റേഷൻ കടയിൽ പോയി മൊബൈലിൽ ലഭിച്ച വൗച്ചർ കാണിച്ച് അരിയും ഗോതമ്പും മറ്റ് അവശ്യ സാധനങ്ങളും വാങ്ങാം. ഭക്ഷ്യസാധനങ്ങൾക്ക് പകരം പണം ആവശ്യമുള്ളവർക്ക് ഈ വൗച്ചർ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്വീകരിക്കാനും അത് മറ്റാവശ്യങ്ങൾക്കായി വിനിയോഗിക്കാനും സാധിക്കും. ഈ സ്വയം ഭരണാധികാരം പാവപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. തങ്ങൾക്ക് ആവശ്യമുള്ള ഗുണനിലവാരമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇത് അവരെ പ്രാപ്തരാക്കുന്നുമുണ്ട്. റേഷൻ രംഗത്തെ ഏറ്റവും വലിയ ശാപം ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട സാധനങ്ങൾ ഇടനിലക്കാർ വഴി കരിഞ്ചന്തയിലേക്ക് ഒഴുകുന്നു എന്നതാണ്. ഭാരത സർക്കാരിന്റെ ഈ പുതിയ നീക്കം അഴിമതിയുടെ ഈ വേരുകൾ അറുത്തുമാറ്റാൻ ലക്ഷ്യമിടുന്നുണ്ട്. സർക്കാർ നൽകുന്ന പണം അല്ലെങ്കിൽ വൗച്ചർ നേരിട്ട് ഉപഭോക്താവിന്റെ കൈകളിൽ എത്തുന്നതിനാൽ ഇടയിലുള്ള ആർക്കും അത് തട്ടിയെടുക്കാൻ സാധിക്കില്ല. പദ്ധതിയുടെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനത്തിൽ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 76,363 വ്യാജ റേഷൻ കാർഡുകൾ കണ്ടെത്താൻ സാധിച്ചു. യഥാർത്ഥ ഗുണഭോക്താക്കളെ മാത്രം നിലനിർത്തി അർഹരായവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാൻ ഡിജിറ്റൽ ട്രാക്കിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. ഓരോ വൗച്ചറും എവിടെ ഉപയോഗിച്ചു, ആർക്ക് ലഭിച്ചു എന്നതിനെക്കുറിച്ച് കൃത്യമായ ഡിജിറ്റൽ രേഖകൾ ഉള്ളതിനാൽ സർക്കാരിന് ഈ സംവിധാനത്തെ പൂർണ്ണമായും നിരീക്ഷിക്കാനും സാധിക്കും. പെട്ടെന്നുള്ള ഒരു മാറ്റത്തിന് പകരം ഘട്ടം ഘട്ടമായാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. നിലവിൽ ചണ്ഡീഗഡ്, പുതുച്ചേരി, ദാദ്ര നഗർ ഹവേലി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലും ഈ സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടങ്ങളിൽ നിന്നുള്ള മികച്ച പ്രതികരണം കണക്കിലെടുത്ത് വരും മാസങ്ങളിൽ ഇത് രാജ്യമെമ്പാടും വ്യാപിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. രാജ്യത്തിന്റെ സമ്പത്ത് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുക എന്നത് ഏതൊരു സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ്. റേഷൻ സാധനങ്ങൾ പാഴായി പോകുന്നതും അർഹരല്ലാത്തവർ കൈക്കലാക്കുന്നതും തടയുന്നതിലൂടെ കോടിക്കണക്കിന് രൂപ സർക്കാരിന് ലാഭിക്കാൻ സാധിക്കും. ഈ പണം കൂടുതൽ ക്ഷേമ പദ്ധതികൾക്കായി ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി സാധാരണക്കാരനെ സാങ്കേതിക വിദ്യയുടെ ഭാഗമാക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള നേരിട്ടുള്ള പണമിടപാട് പാവപ്പെട്ടവരുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് കരുത്തേകുന്നുമുണ്ട്. റേഷൻ കടകളിലെ നീണ്ട ക്യൂവും സാധനങ്ങളുടെ ഗുണനിലവാരമില്ലായ്മയും ഇനി പഴങ്കഥയാകാൻ പോവുകയാണ്. പാവപ്പെട്ടവന്റെ അടുക്കളയിൽ പട്ടിണിയില്ലാത്ത കാലം ഉറപ്പാക്കാൻ മോദി സർക്കാർ ഒരുക്കുന്ന ഈ റുപ്പി പദ്ധതി ഒരു സാമൂഹിക വിപ്ലവം തന്നെയാണ്. സാങ്കേതിക വിദ്യ സാധാരണക്കാരന്റെ സേവനത്തിനായി എങ്ങനെ ഉപയോഗിക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. അർഹതപ്പെട്ട ആനുകൂല്യം വിരൽത്തുമ്പിലൂടെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് നവഭാരതത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കും.